കാണാനില്ല ഗൈസ്, കാണാനില്ല. പാലക്കാട്ട് MLA കാണാനില്ല. ഇത് കാണാനില്ലാത്ത പോസ്റ്റർ അല്ലാട്ടോ, ഇത് ലുക്ക് ഔട്ട് നോട്ടീസാ. ഗർഭചിത്രം, വിശ്വാസവഞ്ചന, പീഡനം, അങ്ങനെ 7-8 കുറ്റങ്ങളും അതിനനുസരിച്ച് ജീവപര്യന്തം വരെ തടവും ലഭിക്കാവുന്ന വകുപ്പുകളും സ്വന്തമായുള്ള സെലിബ്രിറ്റിയാണ് ഇത്. ഈ കാര്യത്തിൽ ഇനി തുറന്നുള്ള ഒരു നടപടിയിലും ഞങ്ങൾക്കൊരു ഉത്തരവാദിത്വമില്ല. കുറ്റാരോപിതർ തന്നെ അവരുടെ സംരക്ഷണ വലയം ഒരുക്കണം. അതിന് പാർട്ടിയാവുന്ന ഒരുക്കി കൊടുക്കാൻ കഴിയും. സബാഷ്. പാർട്ടിയിലെ കുറച്ചു പേര് പൂർണ്ണമായി കൈവിട്ട സ്ഥിതിക്ക് യുവതി മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു എന്നറിഞ്ഞപ്പോ തന്നെ രാഹുലേട്ടായി അപ്രത്യക്ഷനായി. കേസ് പൊട്ടിപ്പോലുമില്ല കണ്ടുപിടിക്കാൻ. പോലീസ് അന്വേഷണം തുടങ്ങിയതും രാഖി രാമാനം MLA ഓഫീസൊക്കെ പൂട്ടിയിട്ട് പുള്ളി മുങ്ങി. ഇല്ല, കിട്ടിയിട്ടില്ല ഫോണിൽ. ഇന്നലെ ഉച്ചയ്ക്ക് ഞങ്ങൾ 12 മണിക്ക് ഞങ്ങൾ ഒരുമിച്ച് കണ്ടിരുന്നു. പിന്നെ അതിനുശേഷം കണ്ടിട്ടില്ല. ഫോണിൽ പിന്നെ ഓഫാണെന്ന് മാധ്യമങ്ങളോട് അറിയിച്ചത്. പിന്നെ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല, കിട്ടിയിട്ടില്ല. രാഹുലേട്ടാ ഇതെവിടെ പോയി കിടക്കാണ്? വിദേശത്തേക്ക് കിടക്കാനാണോ പ്ലാൻ? എല്ലാ വിമാനത്താവളങ്ങളിലും രാഹുലേട്ടായുടെ ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയിട്ടുണ്ട്. രാഹുലേട്ടായുടെ ആ ലെവല് മാറിയൊരു മാറ്റേ. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു ധാർമ്മികതയുണ്ട്. ആ ധാർമ്മിക മൂല്യങ്ങളെ മാനിക്കുന്ന ആർക്കും അയാൾ ചെയ്ത പ്രവൃത്തിയോട് ഒരിക്കലും യോജിക്കാനാവില്ല. അങ്ങനെ ആരെങ്കിലും യോജിക്കുന്നുണ്ടെങ്കിൽ അവരെ എനിക്ക് കോൺഗ്രസ്സുകാരനായിട്ട് കാണാൻ പറ്റില്ല എന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞത്. പക്ഷോ അങ്ങനെ പറഞ്ഞ എങ്ങനെയാ ശരിയാവാ? കഴിഞ്ഞ ദിവസം സുധാകരൻ സാറിന്റെ പ്രതികരണമൊക്കെ കേട്ടതല്ലേ? രാഹുലേട്ടതിനെ പുണ്യാളാക്കണം എന്നാണ് സുധാകരൻ സാർ പറഞ്ഞത്. നമുക്ക് അവനെ കുറിച്ച് തർക്കങ്ങളില്ല. അവന്റെ പാർട്ടി കോൺഗ്രസ് ആണ്. കോൺഗ്രസ് അവനെ അവിശ്വസിക്കുന്നില്ല. ആര് പറഞ്ഞാലും നമുക്കത് പ്രശ്നമല്ല. പൊതുവെ ഒരു ചൊല്ലുണ്ടല്ലോ, നാറിയവനെ ചുമന്നാൽ ചുമന്നവരും നാറും. ആ നാട്ടും സുധാകരൻ സാറിനും ഉണ്ടെന്നാണോ പറഞ്ഞത്? രാഹുലിനെതിരായ പുതിയ ഫോൺ സംഭാഷണങ്ങളും ചാറ്റുകളും ഒക്കെ പുറത്തു വന്ന സമയത്ത് പോലും സുധാകരൻ സാറ് പറഞ്ഞത് രാഹുൽ മോനെ അവിശ്വസിച്ചതിൽ എന്റെ ചങ്ങ് കിടന്ന് പെടുകയാണെന്നാണ്. അതിനകത്തൊക്കെ തീർത്തും നിരപരാധിയാണ് അവൻ. ഞാനതൊക്കെ അന്വേഷിച്ചു. ഞാൻ അന്വേഷിച്ചത് രണ്ട് ചീത്ത പറയാൻ വേണ്ടിയാണ്. പക്ഷേ അതെല്ലാം മറുപടി എല്ലാം കേട്ടപ്പോ എനിക്ക് തോന്നി ഐ വാസ് റോങ്. കെ സുധാകരൻ ഇങ്ങനെ ഓരോ കാലത്ത് ഓരോന്നോരോന്ന് മാറി മാറി പറയുകയാണ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ KPC പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റിയെന്ന്. കാരണം അദ്ദേഹം ഒരിക്കൽ പറയുന്നതല്ല പിന്നെ പറയുന്നത്. ഇതുപോലെ രാഹുലിനെതിരെ ചങ്കുപൊട്ടി നടപടിയെടുത്ത വേറൊരാളുണ്ടായിരുന്നു, പ്രതിപക്ഷ നേതാവ്. ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളെയാണ് ഞങ്ങൾ ഈ നടപടിയെടുത്തത്. ഞങ്ങൾക്ക് ഏറ്റവും അടുപ്പമുള്ള ഏറ്റവും